ഹെയർ ഫോൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ടോ നിങ്ങൾ? അതോ ഈ വേനൽക്കാലത്ത് ചൂട് കാരണം നല്ല ഹീറ്റാണ് തലയ്ക്കുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ പാക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ. കാണുന്ന പോലെ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് വേണ്ട, ജസ്റ്റ് 4 എണ്ണം മതി. അത് നമ്മുടെ ഈ പറമ്പിലും തൊടിയിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഹെയർ ഫോൾ കുറയാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഹെയർ ഗ്രോ ആവാനും തലയ്ക്ക് നല്ല രീതിയിൽ തണുപ്പൊക്കെ കിട്ടും കേട്ടോ. ഇതിന് നിങ്ങൾക്ക് ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തിയുടെ പൂവ്, അതുപോലെ തന്നെ ആര്യവേപ്പില, പിന്നെ വേണ്ടത് വെള്ളില താളിയാണ് കേട്ടോ. ഇതെല്ലാ പറമ്പുകളിലും ഉണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് കേട്ടോ. ഒരു വൈറ്റ് പൂവൊക്കെ ആയിട്ട് വരുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് നമ്മുടെ മുടീനെ നല്ല സോഫ്റ്റ് ആക്കാനും തലയ്ക്ക് നല്ല രീതിയിൽ തണുപ്പും തരും. പിന്നെ വേണ്ടത് നമുക്ക് ഭൃംഗരാജാണ്, അതായത് കയ്യോന്നി. ഇതും എല്ലാ പറമ്പുകളിലും കിട്ടുന്നതാണ്, കുറേ വളർന്ന് കിടക്കും, നമ്മൾ ശ്രദ്ധിക്കില്ല കേട്ടോ. ഈ ചെടി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് അത് ഏതാണ് ചെടിയെന്ന് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. പിന്നെ അത് നമ്മൾ നല്ല രീതിയിൽ ഈ 4 എണ്ണം എടുത്തിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ അത് ഗ്രൈൻഡ് ചെയ്യാൻ എളുപ്പം, മിക്സിയിൽ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാനാണ് സുഖം വെച്ചാൽ അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കല്ലിലിട്ട് ഉരതിയെടുത്താലും മതി കേട്ടോ. ഇതിനൊരു ജെല്ലി കൺസിസ്റ്റൻസി പോലെ കിട്ടും. അത് നമുക്ക് തലയിൽ ഷാമ്പൂവിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ മുടീനെ നല്ല രീതിയിൽ വളരാൻ ഹെൽപ്പ് ചെയ്യും. ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കലുണ്ട് കേട്ടോ. ഒന്നുമില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് നല്ല രീതിയിൽ തണുപ്പ് കാരണം നീർക്കെട്ട് ഇറങ്ങാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ തലയിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണോ യൂഷ്വലി വാഷ് ചെയ്യുക അതുപോലെ വാഷ് ചെയ്യുക. ഷാമ്പു യൂസ് ചെയ്യേണ്ട, കാരണം ഇത് ഷാമ്പുവിന് പകരമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ടൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. പണ്ടത്തെ അമ്മമാരും ഒക്കെ ഇതാണ് യൂസ് ചെയ്യാറ്. അവരുടെ ഹെയർ ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇപ്പോഴും അവർക്കൊക്കെ നല്ല രീതിയിൽ മുടി വളരുന്നുണ്ടല്ലോ. അപ്പം നിങ്ങളും ഈ ഒരു നാച്ചുറൽ ഓൾട്ടർനേറ്റീവ് എടുക്കാൻ ശ്രമിക്കുക. ഞാനിത് ട്രൈ ചെയ്തിട്ട് ഇപ്പോൾ കുറേ ആയി. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കും. അപ്പം എനിവേസ് ബൈ.